നടന്നുകൊണ്ട് നാട്ടാശ്ശേരി വെമ്പിൻകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നന്ദഗോവിന്ദം ഭജൻസ് ക്രിസ്തീയ ഗാനം ആലപിച്ചതിന്റെ പേരിൽ ഹിന്ദു ഐക്യവേദി നേതാവ് നടത്തിയ പ്രസ്താവനകൾ ഇപ്പോഴും ഇങ്ങനെ നിരന്തരമായി നടക്കുന്നു. ഓരോരുത്തരും ഏറ്റുപിടിക്കുന്നു. പക്ഷെ എനിക്കൊക്കെ സൂചിപ്പിക്കാനുള്ളത്, ഞാൻ ആദ്യമായിട്ട് ഗാനമേള, വളരെ ചെറുപ്പത്തിലെ ഗാനമേള കൂടുന്നത് ഞങ്ങളുടെ അടുത്തുള്ള പയപ്പാർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് ആദ്യം ഗാനമേള കൂടുന്നത്. അവിടെ നിന്ന് പല പാട്ടുകളും അന്ന് അവിടെ ഈ ഏഞ്ചൽ വോയിസിന്റെ ഒരു ചാപ്പോ അദ്ദേഹം പാടിയ പാട്ടാണ് വള്ളിക്കെട്ട് ശബരിമലയ്ക്കുള്ള പാട്ട്. ആ പാട്ട് നമുക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട ഒരു പാട്ട്. അപ്പം ആ ഏഞ്ചൽ വോയിസ് കരൂർപ്പള്ളിയിൽ ഞങ്ങൾ പിറ്റേ ദിവസം കരൂർപ്പള്ളിയിൽ ഗാനമേള വെച്ചപ്പോൾ ഞങ്ങളൊക്കെ എഴുതി കൊടുത്തു ആ പാട്ടുകൾ പാടണം. അതിന്റെ കുഴപ്പം പള്ളിയുടെ അടുത്ത് മുറ്റത്ത് വെച്ചൊരു ഹൈന്ദവ ഭക്തിഗാനം പാടിയുകൊണ്ട് അവിടെ ഇരിക്കുന്ന ആളുകൾ മുഴുവൻ നേരെ ഹൈന്ദവരാകുമില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിന്റെ അങ്കണത്തിൽ ഒരു ക്രൈസ്തവ ഭക്തിഗാനം പാടിയുകൊണ്ട് അവിടെ ഇരിക്കുന്ന ആളുകളെ മുഴുവൻ മതം മാറ്റുമോ? പറ്റില്ല. ഇത് തനി വർഗീയതയാണ്. ഇനിയെങ്കിലും ഇത് അവസാനിപ്പിക്കണം. ഇത്തരത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ക്രൈസ്തവരും അല്ലെങ്കിൽ ഹൈന്ദവരും മുസ്ലിങ്ങളൊക്കെ ഒന്നിച്ച് ജീവിക്കുന്ന ഒരു കേരളമാണ് നമുക്ക് ആവശ്യം. ഇവിടെ വർഗീയത പറഞ്ഞുകൊണ്ട് ചെരിവിലുണ്ടാക്കിക്കൊണ്ട് വോട്ട് പിടിക്കാനും രാഷ്ട്രീയം നടത്തുവാനുമുള്ള ആളുകളുടെ നീക്കം അവസാനിപ്പിക്കണം. ഞങ്ങളുടെയൊക്കെ മേഖലയിൽ ക്രൈസ്തവ ദേവാലയത്തിലെ ഒരു അല്ലെങ്കിൽ പ്രതീക്ഷ പോവുകയാണെങ്കിൽ ഹൈന്ദവ ആരാധനാലയങ്ങൾ അവരുടെ വാദത്തിൽ അവിടെ തെളിച്ച് അവരെ അതിന് വേണ്ട എന്ന് പറഞ്ഞാൽ സ്വീകരിക്കും. അത് ക്രൈസ്തവരുടെ അല്ലെങ്കിൽ ഹൈന്ദവരുടെ ഒരു പ്രതീക്ഷ വരികയാണെങ്കിൽ ഹൈന്ദവ ദേവാലയങ്ങൾ അങ്ങനെ ചെയ്യും. അതിന്റെ കുഴപ്പം അതല്ലേ നമ്മുടെയൊക്കെ മതേതരത്വം. ആ മതേതരത്വം തകർക്കുവാനുള്ള ഈ നീക്കം അവസാനിക്കണം. അതോടൊപ്പം ശശികല ടീച്ചറിനെ ഞാൻ വിളിക്കാൻ ക്ഷമിക്കണം, അങ്ങനെ വിളിക്കാൻ പാടില്ല അവരെ. അപ്പൊ ആ ശശികല നിരന്തരം ഇങ്ങനെ ഈ വർഗീയത പറയുന്നതിനെതിരെ എന്തേ പി.സി. ജോർജ് ഉണ്ടാക്കുന്നത്? ഇവിടെ ബി.ജെ.പിയുടെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് നേതാക്കൾ എന്തേ ഉണ്ടാക്കുന്നത്? അവർ പ്രതികരിക്കണം, അവർ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളണം. അല്ലാതെ ഈ പറഞ്ഞതുപോലെ എല്ലാ സമുദായങ്ങളും ഞങ്ങൾ ചേർത്ത് പിടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടന്ന് ഈ അഭ്യാസം കാണിക്കുന്നത് ശരിയല്ല എന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്.